അങ്ങനെ പിണറായി വിജയൻ നാവെടുത്താൽ കള്ളം മാത്രം പറയുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു എന്നുള്ള സത്യം പുറത്തു വന്നു. ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും അരക്കെട്ട് ഉറപ്പിക്കുകയാണ്. നവകേരള ബസ് യാത്രയുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ അന്ന് വ്യാപകമായ തോതിലുള്ള അക്രമമാണ് ഈ ബസ്സിന് നേർക്ക് നടന്നത് എന്നുള്ള ആ ഒരു കള്ളം പൊളിച്ചടുക്കിയിരിക്കുകയാണ് ബസ്സിൻ്റെ ഡ്രൈവറുടെ പേര് അഭിലാഷ്. അതായത് നവകേരള ബസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക രൂപകൽപ്പന ചെയ്തായിരുന്നു. പിണറായി വിജയന് കക്കൂസ് വരെയാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ആ ബസ് ഇപ്പൊ എവിടെ പോയി എങ്ങനെ പോയി അറിയില്ല. കോഴിക്കോട് കൊണ്ടൊരു ബാംഗ്ലൂർ റൂട്ടിലെങ്ങാണ്ട് ഓടിക്കാൻ വെച്ചപ്പോൾ ആൾ പേടിച്ചിൽ കയറിയില്ലായിരുന്നു. കാരണം മാൻഡ്രയൊക്കെ യാത്ര ചെയ്ത വണ്ടി ആയതുകൊണ്ട് ഇതിൽ കയറി പോയാൽ പിന്നെ അങ്ങ് ലക്ഷ്യത്തെത്തൂല, അതല്ലെങ്കിൽ പോയ നമ്മളൊരു കാര്യസാധ്യത്തിന് പോകണമെങ്കിൽ അത് നടക്കാതെ വരുമോ ഒന്ന് ഭയന്ന് പല ആളും ഈ ബസ് കയറാൻ പഠിച്ചിരുന്നു എന്നാണ് ആദ്യം. ഈ ബസ് ആലപ്പുഴയിൽ വരുന്ന 2023 ഡിസംബർ 15-നാണ്. അന്നാണ് ഈ AD തോമസ് എന്ന് പറയുന്ന KSUവിൻ്റെ നേതാവും അന്നത്തെ അജയ് ജോയൽ കുര്യാക്കോസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇവർ ചേർന്ന് ഈ കരിക്കൊടി കാണിക്കും. അപ്പോൾ അന്ന് ഈ പിള്ളേരുടെ തല ഈ ഗൺമാന്മാർ അടിച്ചു കീറുന്ന സമയത്ത് അന്ന് ഇവർ പറഞ്ഞിരുന്ന ഒരു കാര്യം, അന്ന് ഈ കോടതിയിൽ കൊടുത്ത ഒരു റിപ്പോർട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ബസ്സിന് നേരെ കല്ലും കട്ടയും എറിഞ്ഞു. അതിനുശേഷം ബസ് ആക്രമിക്കാൻ ചെന്നു. അതേ തുടർന്നാണ് ഇവർക്ക് തലയടിച്ച് കീറിയത് എന്നുള്ള വാഹനം ആക്രമിക്കാൻ ശ്രമിച്ചു. പിണറായി വിജയനും അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അന്ന് ആ വാഹനം ഓടിച്ചിരുന്ന അഭിലാഷ് എന്ന് പറയുന്ന ഡ്രൈവർ SITക്ക് കൊടുത്തിരിക്കുന്ന മൊഴി ബസ് ആക്രമിക്കപ്പെട്ടിട്ടില്ല, ബസ്സിന് നേരെ ആരും വന്നിട്ടില്ല, അവരവിടെ നിന്ന് കരിങ്കൊടി കാണിക്കുന്നുണ്ടോ, അതിന്റെ CCTV ദൃശ്യങ്ങളും ലഭ്യമാണ്. ഇതിന്റെ എല്ലാ CCTV ദൃശ്യങ്ങളുണ്ട് ഇതിനകത്തല്ല. എല്ലാവരും ദൃശ്യങ്ങൾ കണ്ടതല്ലേ? അതെ, ഇത്രയും ദൃശ്യങ്ങൾ ലൈവായിട്ടുള്ളപ്പോഴാണ് പിണറായി വിജയൻ തന്റെ പ്രസംഗങ്ങളിൽ പറഞ്ഞത് ബസ്സിന് നേരെ ആക്രമണത്തിന് വന്നു, അവർ മാരകായുധങ്ങളുമായിട്ട് വന്നു, അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവർക്കെതിരെ പോലീസിന് നടപടി എടുക്കേണ്ടത് വന്നു. അപ്പോൾ മുഖ്യമന്ത്രി ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇടപെടണമല്ലോ ബസ് ആക്രമിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബസ്സിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടായോ എന്ന് പരിശോധിച്ചത് KSRTCയുടെ ചീഫ് മെക്കാനിക്കൽ വിങ്ങിൽ നിന്നുള്ള ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ബസ്സിന് യാതൊരു തകരാറും ഉണ്ടായില്ല, ബസ്സിന് നേരെ ഒരു ആക്രമണം ഉണ്ടെങ്കിൽ കല്ലും കട്ടയൊക്കെ എറിഞ്ഞെങ്കിൽ ബസ്സേ കൊള്ളണ്ടേ, അങ്ങനെയുള്ള യാതൊന്നും ആ ബസ്സിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹവും പറഞ്ഞത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവർ രാജാവും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയും മന്ത്രി അംഗങ്ങളും എല്ലാം ചേർന്ന് ഒരു ബസ്സിൽ ഉല്ലാസയാത്ര പോകുന്നു, പ്രജകളെ കാണാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു. ആ ബസ്സിന് വേണ്ടി എന്തൊക്കെ പുലിവാലുകൾ ഇവിടെ സൃഷ്ടിച്ചു, എത്ര സ്കൂൾ ഗേറ്റുകൾ ഇടിച്ചു കളഞ്ഞു, എത്ര മതിലുകൾ ഇടിച്ചു കളഞ്ഞു. അതായത് ഈ ബസ് എവിടെയാണോ പ്രസംഗിക്കാൻ പിണറായിക്ക് എന്നിറങ്ങേണ്ടത് അവിടെ ഈ ബസ് ആ സ്റ്റെപ്പിൻ്റെ താഴെ ചെന്ന് വേണം ഈ ബസ് നിൽക്കാൻ. അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. കാരണം പിണറായിക്ക് നടക്കാൻ വയ്യ, കയറ്റാൻ കയറാൻ വയ്യ, അതിന് ബസ്സിൽ ലിഫ്റ്റ് ഉണ്ട്. അതെ, ആർക്ക് നടക്കാൻ വയ്യ. അപ്പൊ ഈ പറയുന്ന പ്രായാധിക്യം ചെന്ന ഇവർക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ സ്റ്റേജിലേക്ക് കയറാൻ ലിഫ്റ്റ് സംവിധാനം ഉണ്ട് ഈ ബസ്സിന്. അപ്പം ഇതിനകത്ത് വേണം കയറാൻ, ആഡംബരത്തിന്റെ അങ്ങേ അറ്റം. അപ്പൊ പൊതുജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് ഇത്തരം ഒരു യാത്രയുമായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധിച്ചെന്നിരിക്കും. സ്വാഭാവിക ജനാധിപത്യത്തിൽ ഇവർ പ്രതിഷേധിച്ചിട്ടില്ലേ? ഇവർ 82 കർണാടക മദ്രസ കാലത്ത് മന്ത്രിമാരെ വഴി തടയാൻ പോയവരല്ലേ? അതൊന്നും മറന്നു ചെയ്തവർ. ഇവരെ എവിടെയാണ് ചെയ്തത്? കൂത്തുപറമ്പിൽ ഓടിയപ്പോൾ ഉണ്ടായത് ഇവരെ മന്ത്രിയെ തടയാൻ പോയതുകൊണ്ടല്ലേ? എത്ര സ്ഥലം പറയുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മളൊരു എപ്പിസോഡ് മാറ്റി വയ്ക്കേണ്ടി വരും. ഇവർ ഈ തരത്തിൽ മന്ത്രിയെ ആക്രമിക്കാൻ പോയത്. പിണറായി സർക്കാരിൻ്റെ കാലത്ത്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക അഴിമതിയും സാമ്പത്തിക ധൂർത്തുമായിരുന്നു ഈ നവകേരള യാത്ര. ആർക്ക് എന്തോ പ്രയോജനം ഉണ്ടായി? പിണറായി വിജയന് കുറേ നാട്ടുകാരെ എന്ന് പറഞ്ഞ് പണം പിരിച്ചെടുക്കാൻ സാധിച്ചു. അതുമാത്രമാണ് പുള്ളിക്കുണ്ടായ ഒരു നേട്ടം. പിന്നെ ഇവർക്കെല്ലാം അണ്ടിപ്പരിപ്പ് പാലിലിട്ടതും പിന്നെ നെയ്മീൻ വറുത്തതും ഒക്കെ കൂട്ടി നാട് നീളം നടന്ന് ഫുഡ് അടിക്കാൻ സാധിച്ചു. AC ബസ്സിൽ സൊറ പറഞ്ഞും കളിച്ച് ചിരിച്ചും ഇവർക്ക് പോകാൻ സാധിച്ചു. ക്യാപ്റ്റൻ ഫ്രണ്ടിലിരിക്കും, ബാക്കിയുള്ളവരെല്ലാം ഇതനുസരിച്ച് ക്യാപ്റ്റനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം ബസ്സിനകത്ത്. എന്താണ് ചലിക്കുന്ന കൊട്ടാരം, അതായത് ചലിക്കുന്ന ക്ലിഫ് ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിഫ് ഹൗസിൻ്റെ ഒരു മിനിയേച്ചർ പോലെ ഇത് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതിനെതിരെ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ. അപ്പോൾ എന്താണ്, അന്ന് ഈ പാവപ്പെട്ട യുവാക്കളുടെ തല അടിച്ചു കീറിയത് പോലീസ് മാനുവലിൽ ഇല്ലാത്ത ഉപകരണം കൊണ്ടാണ്. പലതരത്തിലുള്ള വീഴ്ചയാണ്. ഗൺമാന്മാർക്ക് ആ കുട്ടികളെ അടിക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഈ ബസ്സുമായി ബന്ധപ്പെട്ട് ബസ്സിന്റെ മെക്കാനിക്കൽ എഞ്ചിനീയർ പറഞ്ഞിട്ടുണ്ട് ബസ്സിനെ ആക്രമിച്ചിട്ടില്ല. അതുപോലെ അതിനുശേഷം ഇത് കേസായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് രേഖകൾ ഇവർ തിരുത്തൽവാദികളാണല്ലോ ഇവർ. എല്ലാ കാര്യം തിരുത്തുക എന്നുള്ളവരുടെ രീതിയാണ്. അതായത് യഥാർത്ഥ സംഭവങ്ങൾ മുഴുവൻ മാറ്റിയിട്ട് പുതിയ രേഖകൾ തിരികെ കയറ്റിയാണ് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നത്.
അപ്പോൾ ആരാണ് ഇത് കൊടുക്കുന്നത്? പോലീസാണ് കൊടുക്കുന്നത്. പോലീസ് കൊടുക്കുമ്പോൾ പോലീസിൻ്റെ റിപ്പോർട്ട് മാത്രമേ പരിഗണിക്കാൻ അതിനെല്ലാം ആധികാരികതയുള്ളൂ. അത്രയേ ഉള്ളൂ. അങ്ങനെ ഇത് പരിഗണിക്കുന്നു. ഈ കുട്ടികൾക്കെതിരായിട്ടുള്ള കേസിൽ ഇവർ പക്ഷേ കൊടുത്ത റിപ്പോർട്ടിനെ എല്ലാം മറികടക്കുന്ന തരത്തിലായിരുന്നു ഈ ഡിജിറ്റൽ തെളിവുകൾ. അതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇതാണ് ഈ കള്ളന്മാർക്കെല്ലാം ഉള്ള ഡിജിറ്റൽ തെളിവ് എല്ലായിടങ്ങളിലും ഉണ്ട്. എല്ലായിടത്തും ക്യാമറയുണ്ട്, CCTV ഉണ്ട്, നല്ല ആളിലായിരിക്കണം മൊബൈൽ ഫോണുണ്ട്, എല്ലായിടത്തും ഡിജിറ്റൽ തെളിവുകളാണ്. ഇവർ പലരും ഈ പിണറായിയൊക്കെ ഇപ്പോഴും ജീവിക്കുന്ന മറ്റേതോ യുഗത്തിലാണ്. ഈ വന്ന ലോകത്ത് സംഭവിച്ച സാങ്കേതിക മേഖലയുള്ള മാറ്റങ്ങളൊന്നും ഇവർക്ക് അറിയില്ല. ഇവർ കള്ളം പറയാം ഒരു മര്യാദയില്ലാതെ. അങ്ങനെ ഈ ഡിജിറ്റൽ തെളിവുകൾ കാരണം കോടതി പറഞ്ഞു ഈ പോലീസിൻ്റെ റിപ്പോർട്ട് കോടതി തള്ളിയിട്ട് വീണ്ടും അന്വേഷിക്കാൻ ഉത്തരവിടുകയായിരുന്നു. ആ റിപ്പോർട്ടാണ് ഇവർ പൂഴ്ത്തിവെച്ചിരുന്നത്. ആ പൂഴ്ത്തിവെച്ചിരുന്ന റിപ്പോർട്ട് പൊടി തട്ടിയെടുത്താണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം അന്വേഷണം നടന്നിരിക്കുന്നത്. ഇന്ന് ഈ 5 പേരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. ഈ പോലീസിൻ്റെ ഗൺമോന്മാർ, പിണറായിയുടെ ഗൺമോന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. അപ്പോൾ യാതൊരു കാരണവശാലും ജാമ്യം കിട്ടാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. ചേട്ടന്മാരെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്ന സമയത്താണ് ഈ ദിവസമാണ് ഇന്ന് പരിഗണിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പം വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. കാരണം ഇവരെന്തൊക്കെ ക്രമക്കേടാണ് ഇതിനകത്ത് നടത്തിയിട്ടുള്ളതെന്നുള്ളത്, എന്തൊക്കെ ക്രമക്കേട് നടത്തിയിട്ടുള്ളതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. അത് ഈ SIT കണ്ടെത്തി. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നിയമലംഘനം ഈ ലാത്തിക്ക് പകരം വലിയ ചൂരൽ വടി, വെറും ചൂരൽ, നല്ല കട്ടിയുള്ള ചൂരലാണ്. സാധാരണ ചൂരലല്ല, നല്ല കട്ടിയുള്ള ചൂരലാണ്. അതുകൊണ്ടുള്ള മർദ്ദനം മരണത്തിന് വരെ കാരണമായേക്കാം എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തലയ്ക്കോ പെടലിക്കോ കഴുത്തിന് പിന്നിലോ അടി കിട്ടിയാൽ ഓൺ ദി സ്പോട്ടിൽ മരണം വരെ സംഭവിക്കാം എന്ന്. അപ്പോൾ അത്രത്തോളം മാരകമായിട്ടുള്ള ആക്രമണമാണ്. വധശ്രമം ചുമത്താൻ ഇതിനകത്ത് വകുപ്പുണ്ടോ എന്നുള്ളതായിരുന്നു ഇവരുടെ ചോദ്യം. ഉറപ്പായിട്ടും വകുപ്പുണ്ട്. ഇപ്പം ഇത്രയും റിപ്പോർട്ട് വന്നപ്പോൾ മനസ്സിലായില്ലേ. ഒന്ന്, ഏറ്റവും വലിയ നിയമലംഘനം എന്താ? ബസ് ആക്രമിച്ചിട്ടില്ല, സമീപത്ത് നിന്ന് കൊടി പൊക്കി കാണിച്ചിട്ടേ ഉള്ളൂ. 2, ബസ്സിന് നേരെ കട്ടയെ ഇത് എറിഞ്ഞു എന്ന് പറയുന്ന സാധനം മെക്കാനിക്കൽ എഞ്ചിനീയർ നിഷേധിക്കുന്നു. 3, ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്നു ഈ തലയ്ക്കും കഴുത്തിനുമുള്ള അടി മാരകമായ. പോലീസിന്റെ നിയമം അനുസരിച്ച്, പോലീസ് മാനുവൽ അനുസരിച്ചുള്ള പിന്നെ ബടിയല്ല ഇവരെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഇത് വേറെ സംഗതിയാണ്, വലിയ ചൂരലാണ്. അപ്പോൾ ഇത്രയും തെളിവുകൾ മാറ്റിയിട്ട് വ്യാജ തെളിവുകൾ സമർപ്പിച്ചാണ് ഈ കേസിനെ നേരിടാൻ കോടതിയിൽ പോലീസ് ശ്രമിച്ചത്. അതാണ് കോടതി തകർത്ത് കളഞ്ഞതും രണ്ടാമത് അന്വേഷിക്കാൻ പറഞ്ഞതും. ആ അന്വേഷിക്കാൻ പറഞ്ഞത് ചവിട്ടി പൂഴ്ത്തി വെച്ചു. ആ പൂഴ്ത്തി വെച്ചത് ഇപ്പോൾ VD സതീശന്റെ നേതൃത്വത്തിൽ സർക്കാർ അധികാരി മാറുമെന്ന് ഇവർ ഒരിക്കലും സ്വപ്നം കണ്ടതില്ല. രാജാവും കിങ്കരന്മാരും എല്ലാം കരുതിയത് നമ്മൾ ആജീവനാന്ത കാലം നമ്മൾ ഇവിടെ ഭരിക്കും, നമ്മൾ മുടിക്കും, നമ്മൾ സുഖിക്കും, എല്ലാവരും കൊല്ലാം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിണറായിക്ക് പറ്റിയത് അതാണ്. ഇത്രയും ഡിജിറ്റൽ തെളിവുകൾ ഇവിടെ ഉള്ളപ്പോൾ ഈ ആൾക്കാർ ലൈവായിട്ട് ഈ അടി കാണുമ്പോൾ ഈ പറയുന്ന യുവാക്കളുടെ തലമണ്ട പോലീസ് അടിച്ച് കീറുന്നു. അത് പച്ചയ്ക്ക് ഒരു സൈഡിൽ കൂടെ TV ചാനലിൻ്റെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് പിണറായി വിജയൻ ഇപ്പുറത്ത് നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത്. എന്താണ് രക്ഷാപ്രവർത്തനമാണ് നടന്നതെന്ന്. എനിക്ക് തോന്നുന്നത് ഇവരെയൊക്കെ മാനസിക നില പരിശോധിക്കണം ആദ്യം. അടിസ്ഥാനപരമായി പലരും മാനസിക പ്രശ്നം വളരെ തോന്നിയിട്ടുണ്ട്. ഇവരെ പെരുമാറ്റവും ഇവരുടെ കള്ളം പറച്ചിലും. സത്യം പറഞ്ഞാൽ ലൂണസി ആക്ട് അനുസരിച്ച് കേസെടുക്കാന്നുള്ളതായിരുന്നു വളരെ നേരത്തെ. കാരണം നാട് ഭരിക്കുന്ന ഭരണാധികാരിക്ക് മാനസിക പ്രശ്നമുണ്ടെങ്കിൽ ഇയാൾ പുറത്താക്കാൻ പറ്റുന്ന നിയമമുണ്ട്. അന്നേ കോടതിയെ സമീപിക്കാനുള്ളതായിരുന്നു ആരെങ്കിലും. സത്യം പറഞ്ഞാൽ അങ്ങനെ ആരും ചെയ്തില്ല. കാരണം ഇങ്ങനെ ആൾ പെരുമാറുക എന്ന് പറഞ്ഞാൽ ഇവരെ തലയ്ക്ക് സ്ഥിരതയില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോർമൽ മാനസികാവസ്ഥകൾ ആരും ഇങ്ങനെയൊന്നും ചെയ്യില്ല ഒരിക്കലും. എന്തായാലും കഴിഞ്ഞ 10 വർഷമായിട്ട് നാട്ടുകാരുടെ മുന്നിൽ കള്ളത്തരം മാത്രം കാണിച്ചു ഭരിച്ച പിണറായി വിജയൻ ഭൂലോക കള്ളനാണെന്നുള്ളതിന് ഒരു തെളിവ് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഈ തെളിവിൽ പിണറായിയുടെ കിങ്കരന്മാർ കുടുങ്ങും. പിണറായി ഇതിനകത്ത് പ്രതിയേക്കണം. അതാണ് വേണ്ടത്. കാരണം ഒരു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവരിത് ചെയ്തത്. അത് മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരം ഭരിച്ചത്. അന്നത്തെ ആഭ്യന്തരമന്ത്രിക്ക് ഇതിന് കൃത്യമായ പങ്കുണ്ട്. ഈ ഗൂഢാലോചനയുടെ പങ്കൂടെ വെളിയിൽ വരണം എന്നുള്ളതാണ്. അതാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈ കേരളം ഒട്ടാകെ ഒന്നടങ്കം, എന്തിന് പോലീസ് സേന പോലും ഈ കിങ്കരന്മാർക്കെതിരാണ്. ഇവർ ചെയ്തത് ശരിയല്ലെന്ന് പോലീസ് സേനയിൽ ഇവരുടെ സ്വന്തം യൂണിയനിൽപ്പെട്ടവർ വരെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇന്നറിയാം വിധി. ഇപ്പം നമ്മുടെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയെന്നോ അല്ലെ ജാമ്യം കൊടുത്തെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഉത്തരവാടാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും നമ്മുടെ നാട്ടിലെ നിയമം, നമ്മുടെ നാട്ടിൽ നമുക്ക് സാധാരണക്കാരന് പ്രതീക്ഷിക്കാവുന്ന ഒരേ ഒരു സ്ഥലം കോടതിയാണ്. കോടതിയിൽ നിന്ന് മാത്രമേ നമുക്ക് നീതി കിട്ടുള്ളൂ എന്നുള്ള ഉറപ്പായ സ്ഥിതിക്ക് ഏതായാലും കോടതി ഇക്കാര്യം ഗൗരവതരമായി തന്നെ പരിഗണിക്കുമെന്ന് തന്നെയാണ് കരുതാൻ.